Uh, Today we are going to deal about the next type of pollution, soil pollution. Soil pollution refers to the introduction of any factor into the soil that causes a change in the soil quality. Okay, a soil pollutant is a factor which deteriorates the quality, texture and mineral content of the soil, or which disturbs the biological balance of the organisms in the soil. ഇപ്പോൾ സോയിൽ പൊല്യൂട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ സോയിലിൻ്റെ ക്വാളിറ്റി, ടെക്സ്ചർ, മിനറൽ കണ്ടൻറ്റ് ഇതിൽ ഏതെങ്കിലും നശിപ്പിച്ച് കളയുന്ന എല്ലാത്തിനെയും നമ്മൾ സോയിൽ പൊല്യൂട്ടൻറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി സോഴ്സസ് ഓഫ് സോയിൽ പൊല്യൂഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. പെട്രോളിയം ഹൈഡ്രോ കാർബൺസ്, അതായത് പെട്രോളിയം നമ്മൾ ക്രൂഡ് ഓയിലിൽ നിന്ന് വേർതിരിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈഡ്രോ കാർബൺസ് അവിടെ ഉണ്ടാകുന്നുണ്ട് ഓരോ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുന്ന അവർ സോയിലിൽ പോവുകയും സോയിൽ പൊല്യൂട്ടൻ്റായി മാറുകയും ചെയ്യുന്നു. ദെൻ ഹെവി മെറ്റൽസ്, പെസ്റ്റിസൈഡ്സ്, ഫെർട്ടിലൈസർ, വളങ്ങൾ, അതൊക്കെ പ്രശ്നമാണ്. നമ്മൾ മണ്ണിലല്ലേ തളിക്കുന്നത്. പിന്നെ സോൾവൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് മണ്ണിലേക്ക് അളഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോബ്ലമാണ്. പ്ലാസ്റ്റിക്സ് എക്സെട്ര. Then some of many different ways in which soil can become polluted are excessive application of pesticide, fertilizer in agriculture, dumping of plastic material, direct dumping of solid waste, seepage from landfill. Seepage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റൊക്കെ കൊണ്ട് ലാൻഡിൽ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിൽ കൊണ്ടിടും. അത് കഴിഞ്ഞാൽ ആ വേസ്റ്റിൽ നിന്ന് നീരൊഴുക്ക് വഴി അതിലെ പൊല്യൂട്ടൻസ്, കെമിക്കൽസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഊർന്നിറങ്ങി മണ്ണിലേക്ക് പോയി സോയിൽ പൊല്യൂഷൻ നടക്കുന്നു. പിന്നെ ഡംപിങ് ഓഫ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, ഡിസ്ചാർജ് ഓഫ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, പെർക്കുലേഷൻ ഓഫ് കണ്ടാമിനേറ്റഡ് വാട്ടർ സോയിലിലേക്ക് ഊർന്നിറങ്ങുന്നു. റപ്ചർ ഓഫ് അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ടാങ്ക്സ് ആൻഡ് ഫ്യൂവൽ ലീക്സ്, ഇതൊക്കെ സോഴ്സസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് സോയിൽ പൊല്യൂഷൻ. Almost 11 points are there. Fifth one, they will damage the soil structure, that increase the salinity of the soil, increase erodibility of the soil. അതായത് ഇറോഷൻ നടന്നു കഴിഞ്ഞാൽ സോയിൽ അവിടെ റിമൂവ് ആയി പോവും. അപ്പോൾ അതൊക്കെ അഡ്വേഴ്സ് ഇഫക്റ്റ് ആണ് ഇതിൻ്റെ. റിലീസ് ഓഫ് ഡേഞ്ചറസ് റേഡിയോ ആക്റ്റീവ് റേസ്, പിന്നെന്താ, അങ്ങനെ ഒരു കുറച്ചെണ്ണം അതിൽ നമ്മൾ പഠിച്ചു വയ്ക്കുക, ഒരു 6 എണ്ണം. ഓക്കെ, നെക്സ്റ്റ് പൊല്യൂഷൻ ഡ്യൂ ടു പ്ലാസ്റ്റിക്സ്. ഇപ്പോൾ പ്ലാസ്റ്റിക്സ് പൊല്യൂട്ടൻ്റാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ കത്തിച്ചാലും പ്രോബ്ലമാണ്, അത് റീസൈക്കിൾ ചെയ്താലും പ്രശ്നമാണ്. അത് പ്രൊഡക്ഷൻ സമയത്ത് കുറേ ഫ്യൂംസ്, വേപ്പേഴ്സ് അറ്റ്മോസ്ഫിയറിൽ പോകുന്നു. അപ്പോൾ പ്ലാസ്റ്റിക്സ് ഒരു പൊല്യൂട്ടൻ്റാണ്, നമുക്ക് എല്ലാം അറിയാം. അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്നുകൂടെ അവർ പറയുകയാണ്. അപ്പം 1907 ബേക്കലൈറ്റ് ഇൻവെൻറ്റ് ചെയ്തിട്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ ആ യൂസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അത് മൗണ്ടൻ റേഞ്ചസ് ടു ദ ഓഷ്യൻസ് ആൻഡ് ദെയർ ബേർഡ്സ്, അവിടം വരെ അത് നശിപ്പിച്ച് കളയാനുള്ള പേഴ്സിസ്റ്റൻ്റ് പൊല്യൂട്ടൻ്റായിട്ട് ഈ പ്ലാസ്റ്റിക് മാറുകയായിരുന്നു. ഓക്കെ, ദെൻ ദേ ആർ റെസിസ്റ്റൻറ്റ് ടു എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ പ്രോസസ്സ്. അത് ഡിഗ്രേഡ് ചെയ്യില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. They are responsible for the accumulation of polymeric solid waste material. എന്താണ് പോളിമറിക് എന്ന് പറയാൻ കാരണം? പ്ലാസ്റ്റിക്സ് പോളിമറുകളാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് പോളിമറിക് സോളിഡ് വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻ ദ സോയിൽ, അതിനത് കാരണമാകും. ഓക്കെ, പ്ലാസ്റ്റിക്സ് പൊല്യൂട്ട് നോട്ട് ഓൺലി സോയിൽ ബട്ട് ഓൾസോ എയർ ആൻഡ് വാട്ടർ. ദർ ഇസ് നോ സേഫ് വേ ടു ഡിസ്പോസ് പ്ലാസ്റ്റിക് വേസ്റ്റ്. അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ആർ ന്യൂമറസ്. ഇപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ അഡ്വേഴ്സ് ഇഫക്ട്സ് ആണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. എന്താണ്? ദേ പ്രിവെൻറ്റ് ദ എസെൻഷ്യൽ സീപ്പേജ് ഓഫ് റെയിൻ വാട്ടർ ഇൻ ടു ദ സോയിൽ. റെയിൻ വാട്ടർ സോയിലിലേക്ക് ഊർന്നിറങ്ങുന്നത്, ഈ പ്ലാസ്റ്റിക് നിറയെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഊർന്നിറങ്ങാൻ പറ്റില്ല, അപ്പോൾ അത് തടയും. നെക്സ്റ്റ് വൺ ഈസ് ദേ ആർ ഹൈലി ടോക്സിക് ആൻഡ് പോസ് സീരിയസ് ത്രെറ്റ്സ്. ഓക്കെ, ഇപ്പോൾ മേക്കിംഗ് ഓഫ് പ്ലാസ്റ്റിക്സിൻ്റെ സമയത്ത് പുറത്തേക്ക് അവർ അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്യുന്ന കുറച്ച് പോയിസണസ് ഗ്യാസസ് ആണ് എഥിലീൻ ഓക്സൈഡ്, ബെൻസീൻ, സൈലീൻ. നമ്മൾ ഉറപ്പിച്ച് പഠിച്ചു വയ്ക്കണം, ഈ വാക്കുകൾ എഴുതാൻ വേണം ടൈ കെമിക്കൽസിൻ്റെ പേര്. എന്താണ് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത്? ഫ്രം ദ ബർത്ത് ഡിഫെക്റ്റ് ടു ക്യാൻസർ. They damage the nervous system as well as the immune system. Okay,
ഇനി ഡ്യൂറിങ് റീസൈക്ലിംഗ്, ബേണിംഗ്, ലാൻഡ് ഫില്ലിംഗ് എല്ലാം പ്രോബ്ലമാണ്. ബി പാർട്ട് വായിച്ച് നമുക്ക് മനസ്സിലാവും. വൈൽ ബേണിംഗ് പ്ലാസ്റ്റിക്, highly poisonous chemicals like dioxin, they are emitted into the air and it is highly poisonous. ഇനി any attempt to get rid of plastic through landfill, അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാൻഡ്സിൽ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിൽ കൊണ്ടിടും. അതതിനേക്കാളും വലിയ ഡാമേജാണ്. ടോക്സിക് സീപ്പേജ് ഫ്രം ദ ലാൻഡ് ഫിൽസ്, ഇനി ലാൻഡ് ഫില്ലിൽ നിന്ന് നമുക്ക് സീപ്പേജ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, ഈ നീരൊഴുക്ക് ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസൊക്കെ സോയിലിലേക്ക് ഒഴുക്കിലൂടെ നെക്സ്റ്റ് പറമ്പിലേക്ക് അങ്ങനെ പോകും. പിന്നെ അത് വാട്ടർ ബോഡിയിലേക്ക് കിടക്കും അങ്ങനെ. പിന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഈസ് ഓഫൺ മിസ്റ്റേക്കൺ ഫോർ ഫുഡ് ബൈ ലാൻഡ് ആൻഡ് മറൈൻ അനിമൽസ്. അത് നമ്മൾ പലപ്പോഴും നമ്മുടെ പശുവിൻ്റെ വയറ്റിൽ നിന്ന് ഇത്ര കിലോ പ്ലാസ്റ്റിക് കിട്ടി, അതുപോലെ അങ്ങനെ പലതും നമ്മൾ ന്യൂസുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പം അവർക്ക് അറിയില്ലല്ലോ അത് ഫുഡല്ല എന്ന്, അവരതൊക്കെ ഭക്ഷിക്കും. പിന്നീട് അത് അവർക്ക് ഭയങ്കര വലിയ പ്രോബ്ലമായിട്ട് മാറും. പ്ലാസ്റ്റിക് വേസ്റ്റ് കോസസ് ദ ക്ലോഗിങ് ഓഫ് ദ ഡ്രെയിനേജ് സിസ്റ്റം. ഡ്രെയിനേജ് സിസ്റ്റത്തിലൊക്കെ ഈ പ്ലാസ്റ്റിക് പോയിട്ട് നെറ്റ് വെച്ചിട്ടുണ്ടാവുമല്ലോ നല്ല സോളിഡ് വേസ്റ്റിനെ തടയാൻ വേണ്ടിയിട്ട്, അവിടെ പോയി ഇത് അടിഞ്ഞുകൂടി ബ്ലോക്ക് ചെയ്ത് പ്രോബ്ലം വരുത്തുന്നു. The only way to overcome lasting danger of plastic pollution is to cut down the use of plastic. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വിദ്യാർത്ഥികളെന്ന നിലയ്ക്ക് നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടാകുന്ന പൊല്യൂഷൻ തടയാൻ വേണ്ടി യൂസേജ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. നമ്മൾ തുണിസഞ്ചികൾ ഉപയോഗിക്കുക, പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ എവിടെ പോകുമ്പോഴും നമുക്ക് ഈ പൊല്യൂഷൻ കാണാം അല്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ അവിടെയും ഇവിടെയും. ഇപ്പോൾ നമ്മളൊരു ബീച്ച് കാണാൻ പോയി കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലാണ് ബീച്ചൊക്കെ എത്ര മോശമായിട്ടിട്ടിരിക്കുന്നത്, എല്ലായിടത്തും വേസ്റ്റുകളുടെ നമ്മളിത് പഠിക്കുന്ന കുട്ടികളെങ്കിലും അങ്ങനെ ഒരിക്കലും ചെയ്യാനിട വരരുത്. നമ്മുടെ കയ്യിലൊരു പ്ലാസ്റ്റിക് കവർ വേസ്റ്റായിട്ട് വരികയാണെങ്കിൽ അത് നമ്മൾ കയ്യിൽ വെച്ച് അത് നമ്മൾ ഏതെങ്കിലും വേസ്റ്റ് ബിൻ എവിടെ ഉണ്ടാവുന്ന തപ്പി പിടിച്ച് അവിടെ കൊണ്ടുപോയി തന്നെ ഇടണം. അതപ്പോൾ അവിടെ ഇടണ്ട കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മളുടെ ലാൻഡിനെ നമ്മൾ നശിപ്പിക്കുന്ന ഒന്നിലും നമ്മൾ കുറച്ച് വിദ്യാഭ്യാസമുള്ളവർ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ എന്താണ്, ബാക്കിയുള്ളവരും പിന്നത്തെ തലമുറയൊക്കെ വരുമ്പോൾ നമ്മുടെ ബീച്ചൊക്കെ ആരും ഇല്ലാത്ത സമയത്തൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും യൂറോപ്യൻ കൺട്രീസിലെ പോലെ തന്നെ ഉണ്ടാവും. അത്ര ഭംഗിയാണ്, പക്ഷെ നമ്മളത് നശിപ്പിക്കുകയാണ് ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങളുടെ ജനറേഷൻ മുതൽ എല്ലാവർക്കും നിങ്ങൾ ഈ മെസ്സേജ് പാസ് ചെയ്യുക. അങ്ങനെ നമുക്ക് നമ്മുടെ ഭൂമിനെ പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ്, അങ്ങനെ ഒരു നീറ്റായിട്ടുള്ളൊരു കേരളം, അതിനുശേഷം ഭാരതം, അങ്ങനെ നമ്മളുടെ എയിം വരണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് തെർമൽ പൊല്യൂഷൻ. തെർമൽ പൊല്യൂഷനിൽ എന്താ സംഭവിക്കുക? എന്താണ് ഈ തെർമൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? തെർമൽ പൊല്യൂഷനെ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു കമ്പനി, ഒരു ഫാക്ടറി അവരുടെ യൂസിന് വേണ്ടി ഈ പുഴയിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കണം. അതിനുശേഷം അവരുടെ യൂസ് കഴിയുമ്പോൾ ഫാക്ടറിയിൽ നിന്ന് തിരിച്ച് അവർ പുഴയിലേക്ക് വിടുന്ന വെള്ളം കുറച്ച് ചൂടുള്ളതായിരിക്കും, ഹോട്ട് വാട്ടർ ആയിരിക്കും. മറ്റേ കണ്ടാമിനേറ്റഡ് വാട്ടറിൻ്റെ അത് വേറെ പ്രോബ്ലം, അത് ഞാൻ നേരത്തെ വാട്ടർ പൊല്യൂഷൻ പറഞ്ഞതാണ്. ഇത് ഇവർ കൂളിംഗ് ഓഫ് ദ ബോയിലേഴ്സ് അതിനൊക്കെ യൂസ് ചെയ്യുന്ന ആ വെള്ളം എന്ന് പറയുന്നത് ചൂടുള്ള വെള്ളമായിരിക്കും. ആ ചൂടുള്ള വെള്ളം ആ അക്വാട്ടിക് ലൈഫിനെ തന്നെ നശിപ്പിച്ച് കളയും. അതായത് അവിടെ വളരുന്ന ഫിഷസ്, പിന്നെ അതുപോലെ പല ഓർഗാനിസംസ് ഉണ്ടാവും. അവർക്കൊക്കെ ഈ ചൂട് വരുമ്പം അവർക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയുള്ള അൾട്ടിമേറ്റ് ഡെത്ത് ഓഫ് ദ അക്വാട്ടിക് ലൈഫാണ് അവിടെ സംഭവിക്കുക. അപ്പം അതാണ് ഈ തെർമൽ പൊല്യൂഷനിൽ മെയിനായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ, തെർമൽ പൊല്യൂഷനിൽ how does this happen? In a power plant, steam is produced by heating water in a boiler fueled by coal, natural gas, fuel oil or nuclear materials. Fuel ചേച്ചി വിളിച്ചു. അപ്പോൾ in a power plant, steam is produced by heating water in a boiler fueled by coal. അപ്പോൾ ബോയിലറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഞാൻ നിങ്ങൾക്കൊരു ഫിഗർ കാണിച്ച് തന്നിട്ട് ഈ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അവിടെ എങ്ങനെയാണ് ഈ ഹോട്ട് വാട്ടർ റിവറിലേക്ക് പോണത് എന്നാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കണ്ടൻസറൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതിൻ്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, undesirable effects of thermal pollution.
ഹയർ ടെമ്പറേച്ചർ അക്വാട്ടിക് സ്പീഷീസിൻ്റെ ഡെത്ത് സംഭവിക്കുന്നു. പിന്നെ രണ്ടാമത്തെ എന്താണ്? സോല്യൂബിലിറ്റി ഓഫ് ഓക്സിജൻ ഇൻ വാട്ടറിലെ സോല്യൂബിലിറ്റി ഓഫ് ഓക്സിജൻ കുറയ്ക്കുന്നു. ദിസ് വിൽ ലീഡ് ടു ദ ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ. ദെൻ നെക്സ്റ്റ് തേർഡ് വൺ, ചില അക്വാട്ടിക് സ്പീഷീസ് ഈ വാമർ വാട്ടറിൽ ജീവിച്ച് അവരത് അങ്ങനെ അക്കസ്റ്റംഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അവരുടെ ഓവറായിട്ടുള്ള ഒരു ഗ്രോത്താണ് അവിടെ സംഭവിക്കുക. മറ്റുള്ളവരൊക്കെ ചത്തുപോകും, പക്ഷേ ഇവർ കുറച്ച് കൂടുതലായിട്ട് അവിടെ വളരാനായിട്ട് തുടങ്ങും. ഇനി സഡൻ ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ വാട്ടർ ഇൻ എ റിവർ ഓർ ലേക്ക് കോസ്ഡ് ബൈ ദ പീരിയോഡിക് പവർ പ്ലാന്റ് ഷട്ട് ഡൗൺ. അപ്പോൾ ഇടയ്ക്ക് ഈ പവർ പ്ലാന്റ് കമ്പനി അടയ്ക്കുമ്പോൾ ആ വാട്ടർ വരൽ നിൽക്കും. അപ്പോൾ ആസ് എ റിസൾട്ട് ആ വാമർ വാട്ടറിൽ ജീവിച്ചിരുന്ന ആൾക്കാർ അവരുടെ ഡെത്ത് ആവുകയാണ് സംഭവിക്കുക. ഓക്കെ, അങ്ങനെ ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ കാരണമാവും. നെക്സ്റ്റ് വൺ ഈസ് കൺട്രോൾ ഓഫ് തെർമൽ പൊല്യൂഷൻ, ദാറ്റ് ഈസ് ബൈ കൂളിംഗ് പോണ്ട് മെത്തേഡ്. എന്ന് വെച്ചാൽ ഈ ഫാക്ടറിയിൽ നിന്ന് പുറത്ത് വരുന്ന വെള്ളം ഒരു പോണ്ട് ഉണ്ടാക്കിയിട്ട് ഫാക്ടറിയുടെ ഉള്ളിൽ തന്നെ കെട്ടിവെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഹോട്ട് വാട്ടർ തിരിച്ച് റിവറിലേക്ക് പോകുന്നത് തടയാനായിട്ട് സാധിക്കും. അതാണ് കൂളിംഗ് പോണ്ട് മെത്തേഡ്. ഇത് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 2 methods to control thermal pollution. Next one is cooling tower method. The warm water from the plant is sprayed downward from the vertical sheets. അപ്പോൾ ഇത് മിസ് കാണിച്ചു തരാം. ഇതാണ് ആ മെത്തേഡ്. ഓക്കെ, എല്ലാവർക്കും കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് വാമർ വാട്ടർ ഫ്രം ദ ഫാക്ടറി. ചൂടുള്ള വെള്ളം വരുന്നു. അപ്പോൾ മേലെ നിന്ന് ചൂടുള്ള വെള്ളം താഴത്തേക്ക് ഇങ്ങനെ ഇവരിങ്ങനെ ഇത്തിരി സ്ലാൻഡിങ് പൊസിഷനിലുള്ള വാളാണ്. അപ്പം ചൂടുവെള്ളം താഴത്തേക്ക് വരുമ്പം ഇവിടെ നിന്ന് നമ്മൾ താഴത്തുനിന്ന് എയറാണ് ബ്ലോ ചെയ്ത് മുകളിലേക്ക് വിടുന്നത്. അപ്പം ആ ചൂടുവെള്ളം തണുക്കുന്നതിന് ശേഷം ഇവിടെ വരും. അവിടെ നമ്മൾ മേക്കപ്പ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് കെമിക്കൽസ് അവിടെ വെച്ച് നമ്മൾ വാട്ടർ കുറച്ച് കെമിക്കൽസായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം താഴെ വന്ന് വാട്ടർ വിത്ത് കോൺസെൻട്രേറ്റഡ് സോൾട്ട് താഴെ വന്ന് നല്ല തണുത്ത വെള്ളം വന്ന് അടിയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നില്ല, നമുക്ക് ഇത്ര മാത്രം പറഞ്ഞാൽ മതി. എന്താണ്? മേലെ നിന്ന് വെള്ളം ഹോട്ട് വാട്ടർ താഴത്തേക്ക് വരുന്നു. ഓക്കെ, ഇത് ഹോട്ട് വാട്ടർ വരുന്നു. താഴെ നിന്ന് നമ്മൾ എയർ ബ്ലോ ചെയ്യുന്നു. എയർ ബ്ലോ ചെയ്ത് കഴിയുമ്പം ഈ ഹോട്ട് വാട്ടർ തണുക്കുന്നു. താഴെ വന്ന് തണുത്ത വെള്ളം സെറ്റിലാവുന്നു. ആ കൂൾ വാട്ടറിനെ നമ്മൾ ഇതിലൂടെ എടുത്ത് ഇവിടെ ഇതാണ് ഈ കമ്പനിയിൽ നടക്കുന്ന പ്രോസസ്സ്. ഇതാണ്. ഓക്കെ, അതായത് ആ നടുവിലുള്ള പൈപ്പ് പോലത്തെ സംഭവം കണ്ടില്ലേ റെഡ് കളറിൽ? ആ റെഡ് കളർ പൈപ്പിൽ കൂടെയാണ് ഇവർ സ്റ്റീം കടത്തിവിടുന്നത്. ഓക്കെ, സ്റ്റീം അതായത് ടർബൈൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്റ്റീം അവർ ഈ ചെറിയ കമ്പനിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ സ്റ്റീം ഈ പൈപ്പിലൂടെ കടത്തിവിടും, ഈ റെഡ് പൈപ്പിലൂടെ. ഈ പൈപ്പിൻ്റെ ഈ അറ്റം വേറെ സ്ഥലത്തേക്ക് കണക്റ്റഡ് ആയിരിക്കണേ കേട്ടോ, അതിലില്ല. അപ്പോൾ ആ പൈപ്പിലൂടെ കടത്തി വിടുമ്പം നമ്മളുടെ ഈ കൂൾ വാട്ടർ പോണ സ്ഥലം ഏതാണെന്നറിയോ? കൂളായിട്ടുള്ള വാട്ടർ ഈ സൈഡിലുള്ള ഗ്യാപ്പിൽ കൂടെയാണ് പോവുക. ഇതിവിടെ ചുവന്നതല്ലാണ്ട് അതിൻ്റെ ഇടയിലൊരു സ്പേസ് കണ്ടില്ലേ? അതിൽ കൂടെയാണ് നമ്മൾ ഈ തണുത്ത വെള്ളത്തിന് താഴത്തുനിന്ന് പമ്പ് ചെയ്ത് കയറ്റി ഇതിങ്ങനെ വിടും. ആ വെള്ളം അങ്ങനെ പോയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ വെള്ളം പോണ വഴി ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. കൂൾ വാട്ടർ നമ്മൾ ഈ സാധനത്തിൻ്റെ പേരാണ് കണ്ടൻസർ. അവരുടെ ചുവന്ന പൈപ്പ് ട്യൂബ് കണ്ടില്ലേ? അതാണ് കണ്ടൻസർ. അപ്പം നമ്മളുടെ കൂൾ വാട്ടർ കണ്ടൻസറിൻ്റെ സൈഡിൽ കൂടെ അതിങ്ങനെ പോകും. എന്നിട്ട് ഇവിടെ എത്തുമ്പം ഇത് ചൂടായി ഉണ്ടാവും വെള്ളം. ചൂടുവെള്ളം വീണ്ടും ഇങ്ങോട്ട് പോയി ഈ നമ്മളുടെ കൂളിംഗ് മെത്തേഡ് കൂളിംഗ് ടവർ മെത്തേഡിലൂടെ നമ്മൾ താഴത്തേക്ക് വരുത്തി വീണ്ടും അത് തണുപ്പിച്ച് അങ്ങനെയാണ് നമ്മളുടെ വാട്ടർ പോണ വഴിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, വാട്ടർ പോകുമ്പം എന്താ സംഭവിക്കുന്നത്? ഈ പൈപ്പിൻ്റെ അവരുടെ ഈ റെഡ് പൈപ്പിൻ്റെ ഉള്ളിലുള്ള സ്റ്റീം തണുത്ത് വീണ്ടും അവർക്ക് സ്റ്റീം തണുത്ത് വാട്ടറാവും. അവർക്ക് സ്റ്റീം ഉണ്ടാക്കാനുള്ള വാട്ടർ അവർ വീണ്ടും
റീസൈക്കിൾ ചെയ്ത് ഈ സ്റ്റീം തന്നെ റീസൈക്കിൾ ചെയ്ത് അവർ സ്റ്റീം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ റെഡ് സംഭവം ഫാക്ടറിയിൽ നടക്കുന്ന ആ സ്റ്റീമിൻ്റെ പ്രോസസ്സാണ്. നമ്മളുടെ കൂളിംഗ് പോണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, അവർ ഈ കണ്ടൻസേഷൻ കഴിഞ്ഞ് അതിൽ നിന്ന് വരുന്ന ചൂടുവെള്ളത്തിനെ നമ്മൾ വീണ്ടും തണുപ്പിക്കുന്നു. സാധാരണ ഫാക്ടറീസിൽ എന്താ ചെയ്യുന്നത്, ഈ കൂളിംഗ് പോണ്ട് ഇല്ലാത്തവിടുത്ത് ഈ വാം വാട്ടർ നേരെ പുഴയിലേക്ക് ഒഴിക്കും. അപ്പോൾ അവിടെ പോയിട്ട് പുഴയിൽ പോയിട്ട് അവിടെ ചൂടായി അവിടെ ഡെത്ത് ഓഫ് അക്വാട്ടിക് ലൈഫ് സംഭവിക്കും. ഓക്കെ, അപ്പം ഇവിടെ റിവറിലേക്ക്, ഇതൊരു റിവറാണ് കേട്ടോ, റിവറിലേക്ക് ഒഴിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യും, കൂളിംഗ് പോണ്ട് മെത്തേഡ് വഴി ഇവരെ വീണ്ടും കൂൾ ചെയ്തിട്ട് തിരിച്ച് ഈ ട്യൂബിലൂടെ കടത്തി വിട്ട് ഇതിൽ കൂടെ അങ്ങനെ വരും. അപ്പം ഈ എങ്ങനെയാണ് ഹോട്ട് വാട്ടർ റിവറിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഈ നടുവിലെ ട്യൂബ് കാണിക്കുന്നത്. ഓക്കെ, നടുവിലെ ട്യൂബാണ് അവർ സ്റ്റീം ഫാക്ടറീസിൽ സ്റ്റീം കൂൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സെറ്റപ്പ്. ആ സെറ്റപ്പിന് വേണ്ടിയാണ് നമ്മൾ പുഴയിൽ നിന്ന് വെള്ളം എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺട്രോൾ ഓഫ് തെർമൽ പൊല്യൂഷൻ്റെ 2 മെത്തേഡ് പഠിച്ചു, കൂളിംഗ് പോണ്ട് മെത്തേഡ് ആൻഡ് കൂളിംഗ് ടവർ മെത്തേഡ്. അത് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷനാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ എടുത്ത സ്ഥിതിക്ക് മിസ് ഇതും കൂടെ കാണിച്ച് തന്നിട്ട് അടുത്തേക്ക് പോവാം. നമുക്കറിയാം ഹിറോഷിമയിലും നാഗസാക്കിയിലും വേൾഡ് വാർ 2 ലാസ്റ്റോട് കൂടിയിട്ട് യു എസ് ഡ്രോപ്പ് 2 ന്യൂക്ലിയർ വെപ്പൺസ് ഓൺ ജാപ്പനീസ് സിറ്റീസ്. അപ്പോൾ അതിൽ അവരുടെ പേര് നമുക്കറിയാം ഏതൊക്കെയാണ്. ഫാറ്റ് മാൻ, ഇതാണ് ഫാറ്റ് മാൻ്റെ ഒരു ഷേപ്പ് വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലിറ്റിൽ ബോയ്, ഇതാണ് ലിറ്റിൽ ബോയ്. അപ്പോൾ ഇത് ലിറ്റിൽ ബോയും മറ്റേത് ഫാറ്റ് മാനാണ്. അപ്പോൾ ലിറ്റിൽ ബോയ് ആണ് ഹിറോഷിമയിൽ നമ്മൾ ഡ്രോപ്പ് ചെയ്ത ഫസ്റ്റ് ബോംബ്. ലിറ്റിൽ ബോയ്, ഇതാണ് ലിറ്റിൽ ബോയുടെ ഷേപ്പ് വരുന്നത്. അപ്പോൾ ഷേപ്പിൽ നിന്ന് കൂടി ആയിരിക്കാം ഈ പേരുകൾ വന്നത്. ദേ ആർ ദ കോഡ് നെയിം ഫോർ ദ ടൈപ്പ് ഓഫ് ആറ്റോമിക് ബോംബ്സ്. ഓക്കെ, ഫാറ്റ് മാൻ, ലിറ്റിൽ ബോയ് എന്നൊക്കെ പറയുന്നത് ദേ ആർ ദ കോഡ് നെയിം. അപ്പോൾ ഇത് ഫാറ്റ് മാൻ ആണ്, ഇതാണ് ലിറ്റിൽ ബോയ്. ഓക്കെ, അത്രയും നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ എടുത്ത കാരണം ഒന്ന് കാണിച്ചു തന്നു മാത്രം. ലിറ്റിൽ ബോയ്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും മറ്റേ ഇതിലേക്ക് പോവാം. ഒരു മിനിറ്റ്. നെക്സ്റ്റ് വൺ ഈസ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ എന്താണ് ശരിക്ക്? റേഡിയേറ്റീവ് പൊല്യൂഷൻ ഈസ് എ ചീഫ് ടൈപ്പ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ കോസ്ഡ് ബൈ ദ റേഡിയോ ന്യൂക്ലിയൈഡ്സ് as they emit hazardous radioactive rays, namely alpha, beta, gamma. അപ്പം ഇവർ ഹസാർഡസ് ആയിട്ടുള്ള ആൽഫ, ബീറ്റ, ഗാമ റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യുമ്പോഴാണ് പ്രോബ്ലം. അവ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ അയണൈസ്, ദേ ആർ കേപ്പബിൾ ഓഫ് കോസിങ് ജനറ്റിക് മ്യൂട്ടേഷൻ ഇൻ ലിവിങ് ഓർഗാനിസം. ഈ അയണൈസബിൾ ആയിട്ടുള്ള ഈ റേഡിയേഷൻസ് ദേ ആർ കേപ്പബിൾ ഓഫ് കോസിങ് ജനറ്റിക് മ്യൂട്ടേഷൻ ഇൻ ലിവിങ് ഓർഗാനിസംസ്. ഓക്കെ, ദെൻ the menace of radioactive pollution has elevated substantially as a result of techniques harnessing nuclear energy for constructive purpose and destructive purpose. നമ്മൾ ന്യൂക്ലിയർ എനർജി രണ്ടിനും യൂസ് ചെയ്യുന്നുണ്ട്. അത് നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഈ പ്രോബ്ലംസ് വരാൻ തുടങ്ങിയത്. കൺസ്ട്രക്റ്റീവ് പ്രോസസ് ആയിട്ടുള്ള ജനറേഷൻ ഓഫ് ഇലക്ട്രിക് പവറിനൊക്കെ നമ്മൾ ന്യൂക്ലിയർ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. ഡിസ്ട്രക്റ്റീവ് പർപ്പസ് ആയിട്ടുള്ള ആറ്റോമിക് ന്യൂക്ലിയർ എക്സ്പ്ലോഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. The anthropogenic sources of radioactive pollution, man-made sources. Man-made sources എന്ന് പറയുന്നതാണ് anthropogenic sources of radioactive pollution. First one is radiotherapy. Radionuclides used in radiotherapy of diseases like cancer. ക്യാൻസറിന് റേഡിയോതെറാപ്പി ഉണ്ടെന്ന് നമുക്കറിയാം. റേഡിയേഷൻ അടിക്കാൻ പോയി എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. They are a source of radiation pollution. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ ന്യൂക്ലിയർ ടെസ്റ്റ് ആൻഡ് റേഡിയോആക്റ്റീവ് ഫോൾ ഔട്ട്. ഇപ്പോൾ ന്യൂക്ലിയർ ടെസ്റ്റുകളൊക്കെ നമ്മൾ നടത്തുമ്പം അതിൻ്റെ ഫോൾ ഔട്ട്സ്, പുറത്തേക്ക് വരുന്ന കുറച്ച് ഫോൾ ഔട്ട്സിനെ കൊണ്ട് ഇറ്റ് ബിക്കം സസ്പെൻഡഡ് അപ് ടു ഹൈറ്റ് ഓഫ് 7 to 8 kilometers above the surface and are carried by air current around the world. So they will enter the food chain. Once they enter living organism, they radiate internally through its lifespan.
Next is leakage of nuclear radiation from nuclear reactors. Then next is nuclear power plants. ഇപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ ചെർണോബിൽ ഡിസാസ്റ്ററും പിന്നെ ഈ ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബ് USA ഡ്രോപ്പ് ചെയ്ത ആ സംഭവങ്ങളും നമുക്ക് ഫൈനൽ ഇയേഴ്സിന് അത് ഒരു ഷോർട്ട് ആൻസർ പോലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സംഭവമാണ്. അപ്പം ഹിരോഷിമ നാഗസാക്കി മിസ് പറഞ്ഞു തന്നു എന്താ സംഭവങ്ങൾ എന്നുള്ളത്. പിന്നെ ചെർണോബിൽ പവർ പ്ലാന്റ് ലീക്കേജ് അത് ഉക്രൈനിൽ ഉണ്ടായതാണ്. അവിടെ ഒരു ചെർണോബിൽ പവർ പ്ലാന്റിൻ്റെ അവർ സേഫ്റ്റി മെഷേഴ്സ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ കൂളിംഗ് പ്ലാന്റിൽ ഉണ്ടായ ഒരു പ്രോബ്ലം, കൂളിംഗ് സിസ്റ്റത്തിൽ ഉണ്ടായ ഒരു പ്രോബ്ലം. ഓക്കെ, അപ്പം ഈസ്റ്റേൺ യൂറോപ്പിലുള്ള ഉക്രൈനിൽ പ്രിപ്പാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് നടന്നത്. ഡേറ്റ് 26 ഏപ്രിൽ 1986 ആണ്. ഡാമേജ് ഇൻ ദ കൂളിംഗ് സിസ്റ്റം ഡ്യൂറിങ് ദ സിമുലേറ്റഡ് പവർ ഔട്ടേജ് സേഫ്റ്റി ടെസ്റ്റ്. സിമുലേറ്റഡ് പവർ ഔട്ടേജ് OUTAGE ഔട്ടേജ് സേഫ്റ്റി ടെസ്റ്റിൻ്റെ സമയത്ത് ഉണ്ടായ കൂളിംഗ് സിസ്റ്റത്തിലുണ്ടായ ഡാമേജാണ് എന്തിന് കാരണം? ചെർണോബിൽ ഡിസാസ്റ്ററിന് കാരണം. ഓക്കെ, എന്താണ് റീസൺ? ഉണ്ടായ കൊല്ലം 26 ഏപ്രിൽ 1986. റീസൺ ഡാമേജ് ഇൻ കൂളിംഗ് സിസ്റ്റം ഡ്യൂറിങ് സിമുലേറ്റഡ് പവർ ഔട്ടേജ് സേഫ്റ്റി ടെസ്റ്റ്. സേഫ്റ്റി ടെസ്റ്റിന് വേണ്ടി സിമുലേഷൻ നടത്തി ആ സമയത്തുണ്ടായ ഒരു കൂളിംഗ് സിസ്റ്റത്തിലുണ്ടായ ഡാമേജ്. ഓക്കെ, ഇനി ഹിരോഷിമ നാഗസാക്കിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഹിരോഷിമയിൽ ഏത് ബോംബാണ്? ലിറ്റിൽ ബോയ്. ദാറ്റ് ഈസ് ദ കോഡ് നെയിം ഫോർ ദ ടൈപ്പ് ഓഫ് ആറ്റോമിക് ബോംബ് ഡ്രോപ്ഡ് ഇൻ ഹിരോഷിമ. ആൻഡ് ദേ യൂസ്ഡ് യുറേനിയം ഗൺ ടൈപ്പ് ന്യൂക്ലിയർ വെപ്പൺ. In Hiroshima, they used uranium gun gun type nuclear weapon, almost 64 kilogram of enriched uranium. ചേച്ചി വെയിറ്റ് ചെയ്യാൻ പറയും, ഞാൻ വരും, വെയിറ്റ് ചെയ്യാൻ പറയും. അത് പരീക്ഷയാണ്, അടച്ചോ ഞാൻ ചെയ്താൽ 64 kilogram of enriched uranium ആണ് ആ ന്യൂക്ലിയർ വെപ്പണിൽ ഉണ്ടായത്. ചേച്ചി പറഞ്ഞാൽ next is radioactive next is Nagasaki. Nagasaki they used the bomb code name Fat Man. അവിടെ യൂസ് ചെയ്തത് പ്ലൂട്ടോണിയം ഇംപ്ലോഷൻ ടൈപ്പ് ന്യൂക്ലിയർ വെപ്പൺ. പ്ലൂട്ടോണിയം ഇംപ്ലോഷൻ IMPLOSION ഇംപ്ലോഷൻ ടൈപ്പ് ന്യൂക്ലിയർ വെപ്പൺ ആണ് അവിടെ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പം ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, അതിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. നെക്സ്റ്റ് വൺ ഈസ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. അവരുടെ സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ, ഡിസ്പോസൽ, എവറിത്തിങ് ഇസ് എ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഈ സീയുടെ ഉള്ളിലും ഭയങ്കര ഡീപ്പസ്റ്റ് പോർഷൻ ഓഫ് ദ ഓഷ്യൻ, ഡീപ്പ് അണ്ടർ ദ സർഫസ് ഒക്കെ ആണ് നമ്മൾ ഇവരെ ഡിസ്പോസ് ചെയ്യുക. പക്ഷേ പിന്നീട് അവർ റേഡിയേഷൻ ഡാമേജ് കോസ് ചെയ്യാനുള്ള ഒരു കാര്യം ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ന്യൂക്ലിയർ പ്ലാന്റിനുള്ളവരോട് ചോദിച്ചാൽ പറയും അതൊന്നും ഒരു പ്രോബ്ലം അല്ല, കാരണം അവരവിടെ ജീവിക്കുന്നവരാണ്, അവർക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഇതുപോലെ പെട്ടെന്ന് സഡൻ ലീക്കേജ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രോബ്ലം എന്നാണ് നമ്മളോട് ഒരു സയൻറ്റിസ്റ്റ് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാനൊരു ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞത്. പിന്നെ മറ്റേ ഫുക്കുഷിമയിലൊക്കെ ഉണ്ടായതെന്ന് വെച്ചാൽ അവരുടെ പവർ സിസ്റ്റം മണ്ണിൻ്റെ താഴെയായിട്ടാണ് ഇതിൻ്റെ പവർ സിസ്റ്റം ജനറേറ്ററൊക്കെ വെക്കുക. അപ്പോൾ ഇവർക്കൊരു സുനാമി വന്നു കഴിഞ്ഞാൽ ഉടനെ ആദ്യം തന്നെ ഈ പവർ സിസ്റ്റം കേടുവന്നു. അതിനുശേഷം അവർ അവിടെ നിന്ന് പവർ സിസ്റ്റം മാറ്റി മേലേക്കാക്കി. പക്ഷേ ആദ്യത്തെ കടൽ വെള്ളം വരണേൽ ആ പവർ സിസ്റ്റം കേടുവരും. അപ്പോൾ ഇവരുടെ ഈ കൂളിംഗ് സിസ്റ്റം ഒക്കെ കേട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ റേഡിയേഷൻസ് ലീക്കേജ് വരും. ഓക്കെ, അങ്ങനെ ഒരു ഡാമേജ് സംഭവിക്കുമ്പോൾ മാത്രമാണ് പ്രോബ്ലം വരുന്നതെന്നാണ് അവിടെ വർക്ക് ചെയ്യുന്നവർ സയൻറ്റിസ്റ്റുകളും പറയുന്നത്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, റേഡിയോ ആക്റ്റീവ് ഓർ പ്രോസസ്സിങ്, ഓർ മൈനിങ്, അവിടെ മുതൽ പ്രോബ്ലം തുടങ്ങുകയാണ്. ഇൻഡസ്ട്രിയൽ മെഡിക്കൽ റിസർച്ച്, അസാഡ്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ. സബ്ലീതൽ ഡോസൊക്കെ നമുക്ക് നോസിയ, വോമിറ്റിംഗ് സംഭവങ്ങളൊക്കെ ആയിരിക്കും. എക്സ്പോഷർ ടു അക്യൂട്ട് ഡോസ് വുഡ് കോസ് ഡെത്ത് വിതിൻ എ ഫ്യൂ വീക്സ്. ലോങ് ടേം എക്സ്പോഷർ എന്താ? ക്യാൻസർ ഉണ്ടാക്കും. ഷോർട്ട് ടേം എക്സ്പോഷർ ബ്രസ്റ്റ്, തൈറോയിഡ്, ഈവൻ ബ്രെയിൻ, അവനൊക്കെ ക്യാൻസർ ആക്കും. Exposure to radiation kill plant cells and thereby destroy vegetation. Water pollution, control of air pollution, radioactive pollution. We can use ഈ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ അവർ യൂസ് ചെയ്യുന്നതാണ്
ഒത്തിരി ഷീൽഡുകളുടെയും ഒക്കെ നടുവിലാണ് ഇവർ ഈ ന്യൂക്ലിയർ റിയാക്ടർ വെച്ചിരിക്കുന്നത്. അവ ഇതൊക്കെ ഓൾറെഡി നമ്മൾ യൂസിലുള്ള കാര്യങ്ങളാണ്. നമുക്കിത് 7 അക്കട്ട് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. Production of radioisotope should be minimized. Extreme care should be exercised during the disposal of radioactive waste. All safety precautions should be taken to prevent leakage. Number of nuclear installations should be minimized. Nuclear explosion test and production of nuclear weapons should be stopped completely because nuclear war would obviously wipe out entire human race from the surface. Okay. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് ഇല്ല. ഓക്കെ, താങ്ക് യു.